AJ ഇലക്ട്രിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൈക്രോടെക്കിൻ്റെ 12 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു സോളാർ ഇൻവെർട്ടറിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. PCU1235 എന്ന മോഡലാണ് ഈ ഇൻവെർട്ടർ. സാധാരണയായി വീടുകളിൽ ഇൻവെർട്ടറിന് വേണ്ടി ചെയ്തിട്ടുള്ള വയറിങ്ങിൽ തന്നെ ഈ ഇൻവെർട്ടർ കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ സോളാർ പാനലിൽ നിന്ന് പോസിറ്റീവ് നെഗറ്റീവ് വയറുകൾ നേരിട്ട് ഇൻവെർട്ടറിലേക്ക് വരണമെന്ന് മാത്രം. 12 വോൾട്ട് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്നതിൽ വച്ച് അത്യാവശ്യം നല്ല ഒരു ഇൻവെർട്ടറാണിത്. ഇതിൽ 600 വാട്ട്സ് സോളാർ പാനൽ കണക്ട് ചെയ്യാവുന്നതാണ്. PWM ചാർജ് കൺട്രോളറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഏകദേശം 900 വാട്ട്സ് ഇൻവെർട്ടർ ലോഡ് പ്രവർത്തിപ്പിക്കാവുന്നതാണ്. ഇൻവെർട്ടറിൻ്റെ പിൻഭാഗത്തായി സോളാർ പാനൽ കണക്ട് ചെയ്യുന്നതിനുള്ള നെഗറ്റീവ് പോസിറ്റീവ് ടെർമിനലുകൾ കാണപ്പെടുന്നു. ഇതിൽ മാക്സിമം 17 വോൾട്ട് 600 വാട്ട്സ് പാനൽ കണക്ട് ചെയ്യാവുന്നതാണ്. പകൽ സമയത്ത് സോളാറിൽ നിന്ന് ബാറ്ററി ചാർജ് ഫുള്ളാകുമ്പോൾ ഇൻവെർട്ടറിൽ ഉപയോഗിക്കുന്ന ലോഡ് സോളാർ പാനലിൻ്റെ കപ്പാസിറ്റിയേക്കാൾ കുറവാണെങ്കിൽ ഇൻവെർട്ടർ ലോഡ് സോളാറിലേക്ക് മാറി വെയിൽ തീരുന്നതുവരെ സോളാറിൽ പ്രവർത്തിക്കുന്നതാണ്. എപ്പോഴെങ്കിലും വെയിൽ മങ്ങുകയോ ഇൻവെർട്ടർ ലോഡ് പാനൽ കപ്പാസിറ്റിയേക്കാൾ കൂടുകയോ ചെയ്താൽ മെയിൻ സപ്ലൈ ലഭ്യമാണെങ്കിൽ ഓട്ടോമാറ്റിക്കായി ലോഡ് മെയിൻ സപ്ലൈയിലോട്ട് മാറുന്നതാണ്. മെയിൻ സപ്ലൈ ഇല്ല എങ്കിൽ മെയിൻ സപ്ലൈ വരുന്നതുവരെയോ ബാറ്ററി ചാർജ് തീരുന്നതുവരെയോ ബാറ്ററിയിൽ തന്നെ പ്രവർത്തിക്കുന്നതാണ്. ഇതിലെ മെനു ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ തത്സമയം സോളാറിൽ നിന്ന് എത്ര വാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചും ഇതുവരെ എത്ര യൂണിറ്റ് വൈദ്യുതി സോളാറിൽ നിന്ന് ലാഭിച്ചു എന്നുള്ളതിനെക്കുറിച്ചും അറിയാൻ സാധിക്കുന്നതാണ്. മൈക്രോടെക് സോളാർ ഇൻവെർട്ടറുകളുടെ മറ്റൊരു പ്രത്യേകത ഗ്രിഡ് ചാർജ് ഇനേബിൾ ഡിസേബിൾ ഓപ്ഷനാണ്. അതിനായി ഇൻവെർട്ടറിൻ്റെ പിൻഭാഗത്ത് ഒരു ഡിപ്പ് സ്വിച്ച് ക്രമീകരിച്ചിട്ടുണ്ട്. ഗ്രിഡ് ചാർജ് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ മെയിൻ സപ്ലൈയിൽ നിന്നും ബാറ്ററി ചാർജ് ചെയ്യാവുന്നതാണ്. ഗ്രിഡ് ചാർജ് ഡിസേബിൾ ചെയ്താൽ ബാറ്ററി ലോ ആയിരുന്നാൽ പോലും സോളാറിൽ നിന്നും സപ്ലൈ ലഭിക്കുമ്പോൾ മാത്രമേ ബാറ്ററി ചാർജ് ആവുകയുള്ളൂ. ഈ ക്രമീകരണം കൊണ്ട് സോളാറിൽ നിന്നും അധികം വൈദ്യുതി ലാഭിക്കാൻ സാധിക്കും. മറ്റു ചില കമ്പനികളുടെ സോളാർ ഇൻവെർട്ടറുകളിൽ ഈ ഓപ്ഷൻ ഇല്ല. അങ്ങനെയുള്ള സോളാർ ഇൻവെർട്ടറുകളിൽ സോളാർ പാനൽ കണക്ട് ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രയോജനമില്ല. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോർമൽ ഇൻവെർട്ടർ ഉപയോഗിക്കുമ്പോൾ അതിലെ ചാർജിങ് ഡിസ്ചാർജിങ്ങിൽ വരുന്ന ലോസുകളെക്കുറിച്ചുള്ള വീഡിയോയുമായി അടുത്ത് വീണ്ടും കാണാം.